everyone, welcome to our YouTube channel. ടാലിൻ നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ടാലിൻ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ണിൽപ്പെടുന്നത് ഇവിടുത്തെ സവിശേഷമായ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ട്രാമുകളാണ്. പഴയകാല ശൈലിയിലും പുതിയ സാങ്കേതികതയിലുമുള്ള ഈ ട്രാമുകൾ നഗരജീവിതത്തിന്റെ തുടിപ്പാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് ഈ ട്രാമിലൂടെ ഓൾഡ് ടൗണിനടുത്ത് വരെ എത്തിച്ചേരാൻ സാധിക്കും. ടാലിൻ ഓൾഡ് ടൗണിലേക്കാണ് നമ്മുടെ യാത്ര. ടാലിൻ്റെ ഈ പഴയ നഗരം യൂറോപ്പിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ട മധ്യകാല നഗരങ്ങളിലൊന്നാണ്. ഇവിടെ കല്ലുപാളികൾ, ചുവന്ന മേൽക്കൂരകൾ, ഇടുങ്ങിയ വഴികൾ, ഗോഥിക് ശൈലിയിലുള്ള പള്ളികൾ, വ്യാപാരികളുടെ വീടുകൾ എന്നിവ ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് വീരു ഫ്ലവർ മാർക്കറ്റ്. വീരു ഗേറ്റിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിപണിയിൽ 14 ഫ്ലവർ സ്റ്റാളുകളുണ്ട്. 24 അവേഴ്സും ഇത് പ്രവർത്തിക്കുന്നു. ടാലിൻ്റെ പഴയ നഗരഭാഗം എസ്റ്റോണിയൻ ഭാഷയിൽ വാനാലിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ടാലിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ടാലിൻ ഓൾഡ് ടൗണിൻ്റെ പ്രശസ്തമായ പ്രവേശന കവാടം, വീരു ഗേറ്റ്. പഴയകാല കോട്ടയുടെ ഭാഗമായ ഈ ഇരട്ട ഗേറ്റ് കെട്ടിടങ്ങൾ ഇന്നും ആ കാലത്തിൻ്റെ ഗൗരവവും സ്നേഹവും പങ്കുവയ്ക്കുന്നു. ഇന്നിവിടം സജീവമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടെ കഫേകൾ, ഗ്യാലറികൾ, മ്യൂസിയങ്ങൾ, ഹാൻഡ്മെയ്ഡ് കടകൾ എന്നിവ പ്രവർത്തിക്കുന്നു. ടൗൺ ഹാൾ സ്ക്വയറിൽ നടക്കുന്ന ക്രിസ്മസ് മാർക്കറ്റും ലോകപ്രശസ്തമാണ്. ഇതാണ് ടൗൺ ഹാൾ സ്ക്വയർ. മധ്യകാലത്തിന് തുല്യമായ കാഴ്ചകളും ചുറ്റുമുള്ള പൗരാണിക കെട്ടിടങ്ങളും നമ്മെ ഒരു പഴയ കഥാപ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ധാരാളം സൊവനീർ കടകളുണ്ട്. അവിടെ തനത് എസ്റ്റോണിയൻ ഹാൻഡ്മെയ്ഡ് കളിപ്പാട്ടങ്ങൾ, മാഗ്നറ്റുകൾ, വുഡ് വർക്ക്സ് എന്നിവയുണ്ട്. ഇതിൽ നിന്നും മികച്ച ഒരു സൊവനീർ തിരഞ്ഞെടുക്കുക എന്നത് എല്ലാ യാത്രകളിലെയും ഒരു പ്രധാന പരിപാടി തന്നെയാണ്. ഇത് ടാലിനിലെ സെന്റ് ഒലാഫ്സ് ചർച്ച്, ഒരു കാലത്ത് ടാലിനിലെ ഉയർന്ന കെട്ടിടം എന്നറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മൾ എത്തുന്നത് ടാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ടൂംബി ഹില്ലിലേക്കാണ്. ഇത് വെറും ഒരു കുന്നല്ല, ടാലിൻ്റെ രാഷ്ട്രീയ, ചരിത്ര, സാംസ്കാരിക പൈതൃകങ്ങൾ എല്ലാം ചേർന്ന് നിലകൊള്ളുന്ന ഒരു ഐതിഹാസിക സ്ഥലം. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഓൾഡ് ടൗണിന്റെ കെട്ടിടങ്ങൾ, ചുവന്ന മേൽക്കൂരകൾ, കാഴ്ചകൾ എല്ലാം ഒരുപാട് മനോഹരമായി കാണാം. ഇവിടെയുള്ള പ്രധാന സ്ഥലങ്ങളാണ് അലക്സാണ്ടർ നെവ്സ്കി കത്തീഡ്രൽ, ടൂംബി കാസിൽ ആൻഡ് എസ്റ്റോണിയൻ പാർലമെന്റ്, വ്യൂവിംഗ് പ്ലാറ്റ്ഫോം എന്നിവ. റഷ്യൻ ഓർത്തഡോക്സ് ശൈലിയിൽ പണിത ഈ കത്തീഡ്രൽ ഗംഭീരമായ ശില്പകലയും ആകർഷണീയമായ ഉള്ളടക്കവുമുള്ള പള്ളിയാണ്. അതുപോലെ ഈ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട ഇന്ന് എസ്റ്റോണിയൻ പാർലമെന്റിന്റെ ആസ്ഥാനമാകുന്നു. ടാലിൻ നഗരത്തിന്റെ മനോഹരമായ പനോരമ കാഴ്ച കാണാൻ ഏറ്റവും മികച്ച സ്ഥലമാണ് കോട്ട് വോട്ട്സ വ്യൂവിംഗ് പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് കടൽ, പട്ടണം, കത്തീഡ്രലുകൾ എന്നിവ ഒന്നുകൂടെ മനോഹരമായി കാണാം. അങ്ങനെ മനോഹരമായ ഒരു സായാഹ്നം ടാലിൻ ഓൾഡ് ടൗണിൽ ചിലവഴിച്ചു. വരും വീഡിയോസിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.